ഒരു നൂറ്റാണ്ട് മുൻപത്തെ അധിനിവേശത്തിന് ശേഷം വെനസ്വേലയുടെ വിഭവങ്ങൾ ലക്ഷ്യമിട്ട് വീണ്ടും അമേരിക്കൻ കരുനീക്കങ്ങൾ സജീവമാവുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക വെനസ്വേലയെ നോട്ടമിടുന്നത്? മയക്കുമരുന്ന് വേട്ട എന്ന പേരിൽ നടത്തുന്ന റെയ്ഡുകൾ യഥാർത്ഥത്തിൽ വെനസ്വേലൻ എണ്ണ സമ്പത്ത് പിടിച്ചെടുക്കുവാനുള്ള അമേരിക്കൻ തന്ത്രമാണോ ഇതിന് പിന്നിൽ? വിദേശാധിപത്യത്തെ കെട്ടുകെട്ടിച്ച വെനസ്വേലൻ മണ്ണിലേക്ക് വീണ്ടും ചൂഷണത്തിന്റെ ആ പഴയ കാലം തിരിച്ചു കൊണ്ടുവരാനാണോ അമേരിക്കയുടെ ശ്രമം? വെനിസ്വേലൻ എണ്ണക്കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധമേർപ്പെടുത്തിയതോടെ കപ്പലുകൾക്കകമ്പടി സേവിക്കാൻ നാവികസേനയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ഉത്തരവിട്ടിരിക്കുകയാണ്. നിക്കോളാസ് മഡുറോ ഭരണകൂടത്തെ അട്ടിമറിച്ചതിനു ശേഷമുള്ള വെനിസ്വേലയിൽ അമേരിക്കൻ എണ്ണഭീമന്മാർക്ക് വലിയ പങ്കുണ്ടാകുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ. മഡുറോ അധികാരത്തിൽ നിന്ന് പുറത്തുപോയാൽ വെനിസ്വേലയിലേക്ക് മടങ്ങാൻ താൽപര്യമുണ്ടോ എന്ന് അമേരിക്കൻ എണ്ണക്കമ്പനികളോട് അമേരിക്ക സ്വകാര്യമായി ചോദിച്ചതായാണ് വിവരം. രാഷ്ട്രീയ അസ്ഥിരതയും വെനിസ്വേലൻ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ദേശസാൽക്കരിക്കപ്പെട്ടതും ചൂണ്ടിക്കാട്ടി കമ്പനികൾ നിലവിൽ ഇതിനോട് വിമുഖത കാട്ടുന്നുണ്ട്. എങ്കിലും മഡുറോയെ വീഴ്ത്തി വിപണി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും അമേരിക്ക പിന്നോട്ടു പോയിട്ടില്ല. അമേരിക്കൻ കമ്പനികൾ വെനസ്വേലയിലേക്ക് പ്രവേശിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുമ്പോൾ ഒരു നൂറ്റാണ്ട് മുൻപ് അവിടെ നടന്നത് എന്താണെന്ന ചരിത്രം കൂടി ഓർക്കണം. 1914 എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് മുതൽ സ്റ്റാൻഡേർഡ് ഓയിൽ, ഗൾഫ് ഓയിൽ തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾ വെനസ്വേലയെ തങ്ങളുടെ കറവപ്പശുവാക്കി മാറ്റിയിരുന്നു. 1930കളുടെ വെനസ്വേലയിലെ എണ്ണ ഉൽപ്പാദനത്തിന്റെ 98% നിയന്ത്രിച്ചിരുന്നത് ഈ വിദേശ കമ്പനികളായിരുന്നു. വെനസ്വേലയിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന എണ്ണയുടെ ലാഭം മുഴുവൻ അമേരിക്കയിലേക്ക് പോയി. പ്രാദേശിക വികസനത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ വേണ്ടി ഒരു രൂപ പോലും പുനർനിക്ഷേപം നടത്താൻ ഈ കമ്പനികൾ തയ്യാറായില്ല. എന്നാൽ അമേരിക്കൻ കമ്പനികളുടെ ലാഭക്കൊതി വെനസ്വേലൻ ജനതയ്ക്ക് സമ്മാനിച്ചത് ദുരിതങ്ങൾ മാത്രമായിരുന്നു. വ്യാപകമായ എണ്ണഖനനം മൂലം ജലസ്രോതസ്സുകൾ മലിനമായി. അവിടത്തെ പരമ്പരാഗത കാർഷിക മത്സ്യബന്ധന സമൂഹങ്ങളെ ഇത് തകർത്തു. 1920കളിലും 30കളിലും തദ്ദേശീയ ജനവിഭാഗങ്ങൾ ഇതിനെതിരെ ശക്തമായ പരാതി ഉന്നയിച്ചിരുന്നു. തൊഴിലാളികൾക്ക് മാന്യമായ വേതനമോ തൊഴിൽ സുരക്ഷയോ നൽകാൻ കമ്പനികൾ കൂട്ടാക്കിയില്ല. സ്വേച്ഛാധിപതിയായ ജുവാൻ വിസന്റെ ഗോമസിന്റെ സഹായത്തോടെ കുറഞ്ഞ നികുതിയിലും വൻ ഭൂമി ഇളവുകളിലും കമ്പനികൾ വെനസ്വേലയെ കൊള്ളയടിച്ചു. വിദേശ കമ്പനികളുടെ ഈ പകൽ കൊള്ളയ്ക്ക് അന്ത്യം കുറിച്ചത് വെനസ്വേലയിലെ സോഷ്യലിസ്റ്റ് പോരാട്ടങ്ങളാണ്. 1976 എണ്ണ ദേശസാൽക്കരണത്തിന് തുടക്കമിട്ടെങ്കിലും സോഷ്യലിസ്റ്റ് നേതാവ് ഹ്യൂഗോ ഷാവേസിന്റെ കാലത്താണ് അത് പൂർണ്ണതയിലെത്തിയത്. 2007-2010 കാലഘട്ടത്തിൽ ഷാവേസ് വിദേശ കമ്പനികളുമായുള്ള കരാറുകൾ റദ്ദാക്കി. വെനസ്വേലൻ വിഭവങ്ങൾ വെനസ്വേലക്കാർക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എക്സോൺ മൊബിൽ, കൊണോകോഫിലിപ്സ് തുടങ്ങിയ ഭീമന്മാരെ രാജ്യം പുറത്താക്കി. നഷ്ടപരിഹാരത്തിന്റെ പേരിൽ കോടിക്കണക്കിന് ഡോളറിന്റെ കേസ് ഫയൽ ചെയ്തെങ്കിലും തങ്ങളുടെ പരമാധികാര അവകാശത്തിൽ നിന്ന് പിന്മാറാൻ വെനസ്വേല തയ്യാറായില്ല. ഉപരോധങ്ങളിലൂടെ വെനസ്വേലയെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്ന അമേരിക്കൻ നീക്കങ്ങളെ അതിശക്തമായി തന്നെ ചെറുക്കാനാണ് തീരുമാനം. നാവികസേനയെ ഇറക്കിയുള്ള പ്രതിരോധം അതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കൃത്യമായി പറഞ്ഞാൽ
അമേരിക്കൻ കമ്പനികൾക്ക് വെനസ്വേലയുടെ എണ്ണസമ്പത്ത് കൊള്ളയടിക്കാൻ അനുവദിച്ചിരുന്ന ആ പഴയ കാലം ഇനി ഒരിക്കലും തിരിച്ചു വരാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് അവർ. മാത്രമല്ല, അമേരിക്കയുടെ ലക്ഷ്യം വെറും എണ്ണയല്ല, മറിച്ച് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അടിച്ചമർത്തുക എന്നതാണെന്ന് ലോകവും തിരിച്ചറിയുന്നുണ്ട്.